ഹലോ എവരിവൺ, ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സീഡിൻ്റെ അൺബോക്സിങ് വീഡിയോയും അതിൻ്റെ കൂടെ തന്നെ ആ സൈറ്റിനെ പരിചയപ്പെടുത്തിയിട്ട് അതിൽ നിന്നും കുറച്ച് ഫ്ലവറിൻ്റെ സീഡുകൾ നമുക്ക് എങ്ങനെ വാങ്ങിക്കാമെന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ആദ്യം ചെയ്യുന്നത് നമുക്ക് ആ സൈറ്റിൽ നിന്നും നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ സീഡിൻ്റെ അൺബോക്സിംഗ് ആണ്. വെൽ പാക്ക്ഡ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് നമുക്കിത് വീട്ടിൽ ഡെലിവറി ചെയ്യുകയാണ് ഉണ്ടായത്. നല്ല പാക്കറ്റാണ്, നല്ല പാക്കേജിംഗ് ആണ്. അതേപോലെ തന്നെ കൺസീൽ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് തന്നെയാണ് അവർ ഷിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രസ്റ്റ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഓൺലൈൻ സൈറ്റിൽ നിന്നുമാണ് നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ കുറേ സൈറ്റുകൾ നോക്കിയിട്ട് അതിൽ നിന്നും നല്ലൊരു സൈറ്റ് തിരഞ്ഞെടുത്ത് അതിൽ നിന്നുമാണ് സാധാരണ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ സീഡ് വാങ്ങിച്ചിട്ടുള്ള സൈറ്റുകളാണ് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രോഡാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്നോ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ സൈറ്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന സൈറ്റാണിത്. ഫ്ലവർ സീഡ്, അതേപോലെ തന്നെ ധാരാളം വെജിറ്റബിൾ, അങ്ങനെ ധാരാളം വെറൈറ്റിയിലുള്ള സീഡുകളും അതേപോലെ തന്നെ പോട്ട്, അങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷനുള്ള സാധനങ്ങളൊക്കെ തുടങ്ങിയവയൊക്കെ ഇവർ സെല്ല് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് മൊത്തം കാണാം. അപ്പോൾ നമ്മൾ ഈ സൈറ്റ് എടുക്കുന്നതിന് വേണ്ടി മൊബൈൽ വഴിയോ അല്ല എങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ ഏതെങ്കിലും ഒരു ബ്രൗസർ സെലക്ട് ചെയ്ത ശേഷം അതിലേക്ക് ട്രസ്റ്റ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഡൊമൈൻ സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും trustbasket.com എന്ന് പറയുന്ന സൈറ്റിനെ സെലക്ട് ചെയ്യുക. അതിൽ സീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് ഫ്ലവേഴ്സ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് എന്ന് പറയുന്ന 3 ടൈപ്പ് കാറ്റഗറിയിലുള്ള സീഡ്സ് ആണുള്ളത്. അതിൽ ഹൈബ്രിഡ് ഉണ്ട്, അതേപോലെ തന്നെ ഓപ്പൺ പോളിനേറ്റർ എന്ന് പറയുന്ന 2 ടൈപ്പിലുള്ള സീഡുകളാണ് നമുക്കുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഹൈബ്രിഡ് സീഡുകളാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് റൈറ്റ് സൈഡിലുള്ള കാർട്ടിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഡയറക്റ്റ് നമുക്ക് ആവശ്യമായ സീഡിനെ നമ്മുടെ കാർട്ടിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോപ്പപ്പ് വരികയും അതിൽ കണ്ടിന്യൂ ടു ഷോപ്പിങ്ങോ അല്ലെങ്കിൽ ഗോ ടു കാർട്ടോ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഡയറക്റ്റ് ഐക്കണിൽ പ്രസ് ചെയ്യുന്ന അല്ലാതെ നമുക്ക് ആവശ്യമുള്ള സീഡ് ഏതാണോ അതിൻ്റെ ഇമേജിലോ അല്ല എങ്കിൽ അതിൻ്റെ പേര് എഴുതിയിരിക്കുന്ന ടെക്സ്റ്റോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യമുള്ള സീഡിനെ നമുക്ക് ആഡ് ടു കാർട്ടിലോട്ട് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മൊബൈലിൽ ആഡ് ടു കാർട്ട് ഈ രീതിയിലാണ് വരുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള ഫ്ലവേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ ആഡ് ടു കാർട്ടിലോട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലസ് ഓർ മൈനസ് ഉപയോഗിച്ച് നമുക്കിതിനെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആഡ് ടു കാർട്ടിലേക്ക് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഷോപ്പിംഗ് കാർട്ടിൽ ഇപ്പം 174 രൂപയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ 3 ഫ്ലവേഴ്സ് ആഡ് ചെയ്തു. നമ്മൾ ഇനി അതിനെ
ചെക്കൗട്ട് നൗ കൊടുക്കുകയാണെങ്കിൽ 250 രൂപ മിനിമം ഓർഡർ വാല്യൂ ഉണ്ടായാൽ മാത്രമേ ചെക്കൗട്ട് കൊടുക്കാൻ പറ്റുന്നുള്ളൂ കാണിച്ചത്. അതുകൊണ്ട് നമ്മൾ 250 രൂപയാക്കാൻ വേണ്ടി വീണ്ടും വേറെ ഫ്ലവേഴ്സിനെ സെലക്ട് ചെയ്യുകയാണ്. ഈ തവണ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഹൈബ്രിഡിന് പകരം ഓപ്പൺ പോളിനേറ്റഡ് ആയിട്ടുള്ള സീഡുകളാണ്. ഓപ്പൺ പോളിനേറ്റഡ് ആയിട്ടുള്ള സീഡുകൾ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റേറ്റ് കുറവാണ്. നമുക്കൊരു 30 രൂപ റേഞ്ചിൽ നമുക്ക് സീഡുകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓപ്പൺ പോളിനേറ്റഡ് ആയിട്ടുള്ള സീഡുകൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് കാർട്ടിൻ്റെ ഐക്കൺ വഴിയോ അല്ല എന്നൊരിൽ നമുക്ക് ഡയറക്റ്റ് സെലക്ട് ചെയ്തോ നമുക്ക് ആഡ് ടു കാർട്ടിലേക്ക് ഇതിനെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാർട്ടിൽ ഏകദേശം 250 മേളിൽ പ്രൈസ് ആയിട്ടുണ്ട്. ഇനി ചെക്ക് ഔട്ട് നൗ കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഓൾറെഡി ലോഗിൻ ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഈ രീതിയിൽ കാണിക്കുന്നത്. ലോഗിൻ ആയിട്ടില്ല, നമുക്ക് അക്കൗണ്ട് ഇല്ല എന്നൊരില്ല, നമുക്ക് ഇമെയിൽ കൊടുക്കുകയും അതേപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാവുന്നതാണ്. പേയ്മെൻ്റ് ആണെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റോ അല്ല ക്യാഷ് ഓൺ ഡെലിവറിയോ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് 49 രൂപയാണ്. അതായത് 250 മേളിൽ 999 രൂപയ്ക്ക് താഴെയുള്ളതിന് 49 രൂപയും 999 രൂപയ്ക്ക് മുകളിലോട്ടുള്ള പർച്ചേസിന് ഫ്രീ ഷിപ്പിംഗ് ചാർജുമാണ് അവർ എടുക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഏതാണെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ഓർഡർ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ഏതാണോ അതിലേക്ക് പോകും. അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ ഗേറ്റ് വേയിലോട്ട് പോകും. അല്ല നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അത് ക്യാഷ് ഓൺ ഡെലിവറിയുടെ കൺഫർമേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കൺഫേം ചെയ്ത് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇതിൻ്റെ ഒരു കൺഫർമേഷൻ മെസ്സേജ് നമ്മുടെ മൊബൈലിൽ വരികയും നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതിനുശേഷമുള്ള ഓരോ സ്റ്റെപ്പിലും, അതായത് ഇത് ഷിപ്പിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് തൊട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് മൊബൈലിൽ ടെക്സ്റ്റുകളായിട്ട് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും മറ്റൊരു സൈറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ കാണുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.